പക്ഷേ ഇനിയിപ്പോൾ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്ന് മാത്രമല്ല, നമ്മൾ ഇതുവരെ പറയാത്തതൊന്നും പുതുതായിട്ട് പറയാനുമില്ല, ആർക്കും പറയാനുമില്ല. എല്ലാവരും കണക്കുകൂട്ടലുകളായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ റിപ്പോർട്ടർമാരും ഡെസ്കിലെ ആളുകളും ഒക്കെ അതിൻ്റെ വിശകലനങ്ങളുമായിട്ട് നമ്മോടൊപ്പം ഉണ്ട്. പക്ഷേ അതിനു മുമ്പ് ഹർഷന് പ്രവചിക്കാൻ വല്ലതുമുണ്ടോ, അല്ലെങ്കിൽ ഇത്രയും ദിവസം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ നോക്കുമ്പോൾ കാണുന്നത്? കൂടുതൽ ആത്മവിശ്വാസം UDF പ്രകടിപ്പിക്കുന്നതായിട്ടാണ്. NDA വലിയ അനക്കമില്ലാതെ നിൽക്കുകയാണ്. അവർ പക്ഷേ ഈ തൃശ്ശൂരൊക്കെ ഉള്ളതുപോലെ ഒടുവിലങ്ങ് വിജയിച്ചുകൊള്ളും, വലിയ ആത്മവിശ്വാസം പുറകെ പ്രകടിപ്പിക്കേണ്ട എന്നൊരു തോന്നലായിരിക്കാം ഒരുപക്ഷെ. UDF നല്ല ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു, പക്ഷേ LDFന് അത്രമാത്രം പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം ഇല്ലെങ്കിലും അവർക്കുള്ളിൽ ഒരു കോൺഫിഡൻസ് ആണുള്ളത്, അല്ലേ? മിക്കവാറും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെയാണ്, സംശയമില്ലാതെ നമുക്ക് പറയാവുന്നത്. കാരണം ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വിജയമോ പരാജയമോ ആയിക്കോട്ടെ, തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരുന്നതിൻ്റെ തലേ ദിവസം പന്തലിടാനും പായസത്തിന് അഡ്വാൻസ് കൊടുക്കാനും ലഡു ഓർഡർ ചെയ്യാനും ഒക്കെയുള്ള ധൈര്യം കാണിക്കുക എന്നുള്ളത് അസാമാന്യമായ ധൈര്യമാണ്. ആ ധൈര്യം കാണിക്കുക കൂടി ചെയ്യുന്നതോടെ നമുക്ക് സംശയമില്ലാതെ പറയാം, അവർ അത്രയ്ക്ക് ആത്മവിശ്വാസത്തിലാണ് UDF. വിജയം ഉറപ്പാണ് എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് UDF ഇപ്പോൾ നിൽക്കുന്നത്. അതിന് എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നത് തുടർഭരണം എന്നത് കേരളത്തിൻ്റെ ഒരു സ്വഭാവമായിരുന്നില്ല. എല്ലാ കാലത്തേക്കും അത് മാറി ഇനി തുടർഭരണം അങ്ങ് കൊടുത്തേക്കാം എന്ന് കേരളീയ ജനത തീരുമാനിക്കും എന്ന് UDF കരുതുന്നില്ല. അവരുടെ ഒരു കണക്ക് കൂട്ടൽ കഴിഞ്ഞ തവണ അങ്ങനെ സംഭവിച്ചു. പക്ഷേ അങ്ങനെ തുടർഭരണം കൊടുക്കുന്നവരല്ല മലയാളികൾ എന്നതുകൊണ്ട് സ്വാഭാവികമായും ഇത്തവണ തിരുത്തും. ആ അധികാരം ലഭിക്കും, സംസ്ഥാനത്തിൻ്റെ ഭരണ അധികാരം UDFന് ലഭിക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. അതിനകത്ത് ഒരു കാര്യം കൂടിയുള്ളൂ, ഇന്നത്തെ പ്രതികരണങ്ങൾ മാത്രം എടുത്താൽ എന്ത് രണ്ട് പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ. ഒന്ന്, ഇന്ന് പ്രതികരിച്ച ആളുകളിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ, പ്രവീൺ, രണ്ടുപേരും പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരു കോമൺ ആയിട്ടൊരു കാര്യം അതിനകത്തുണ്ട്. അതായത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങൾക്കാണ് വോട്ട് ചെയ്യുക, ഇത്തവണ UDFനാണ് വോട്ട് ചെയ്യുക. അതുകൊണ്ട് കാസർകോട്ടെ കാര്യം രാജ്മോഹൻ ഉണ്ണിത്താനും കോഴിക്കോട്ടെ കാര്യം പ്രവീണും പറഞ്ഞതിൽ അവരുടെ വൻ വിജയം ഉണ്ടാകും. പ്രവീൺ പറഞ്ഞ കേട്ടില്ലേ, 13 സീറ്റുകൾ ഞങ്ങൾക്ക് കിട്ടും. അപ്പോൾ വൻ വിജയം ഉണ്ടാകാനുള്ള കാരണം LDFൻ്റെ വോട്ടുകളായിരുന്നവ പോലും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പോലും ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ നിരവധിയായിട്ടുള്ള ഘടകങ്ങൾ വെച്ചാണ് ഈ കാര്യങ്ങളെല്ലാം അവർ പരിശോധിക്കുന്നത്. നമുക്കെനിക്ക് തോന്നുന്നു മറ്റു കാര്യങ്ങളിലേക്ക് പോയിട്ട്, മറ്റുള്ളവരിലേക്ക് പോയിട്ട് കൂടെ നമ്മുടെ വിശകലനങ്ങളിലേക്കൊക്കെ വരാം. ഭരണ തുടർച്ചയുടെ കരുത്തിൽ കേരളം വീണ്ടും ചുവക്കും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇടതുമുന്നണി. എക്സിറ്റ് പോളുകൾ ആകെ എടുത്താൽ കടുത്ത ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന സൂചന ഇടത് ക്യാമ്പിന് തെല്ല് ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. എക്സിറ്റ് പോൾ പ്രവചനങ്ങളെക്കാൾ 10 അതിലധികമോ സീറ്റ് ലഭിക്കാമെന്നാണ് LDFൻ്റെ കണക്കുകൂട്ടൽ. 75 സീറ്റെങ്കിലും നേടി ഭരണം ഉറപ്പിക്കാനാകും എന്നും LDF നേതൃത്വം വിലയിരുത്തുന്നു. കടുത്ത മത്സരം നേരിട്ട മന്ത്രിമാരും സിറ്റിംഗ് MLAമാരും നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും വിജയിക്കുമെന്നാണ് LDF പ്രതീക്ഷിക്കുന്നത്. തുടർച്ചയായ 3ാം ടേമും ഇടതുമുന്നണി അധികാരത്തിലെത്തുമോ? LDFൻ്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? നമുക്കിത് അടുക്കി പെറുക്കിയെന്ന് പരിശോധിക്കാം. നമ്മോടൊപ്പം അർജുൻ രാജ് ഇപ്പോൾ ആ വിശകലനങ്ങളുമായിട്ട് ചേരുന്നുണ്ട്. അർജുൻ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, പലതവണയായിട്ട് പറഞ്ഞാണ്. പക്ഷേ എങ്കിലും ഇന്നത്തെ ദിവസം ചില പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടല്ലോ, പ്രത്യേകിച്ചും MP ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാഗത്ത് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ അവരുടെ കണക്കുകൂട്ടൽ? സനീഷ്, LDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ആത്മവിശ്വാസം എന്ന് പറയുമ്പോഴും അമിത ആത്മവിശ്വാസത്തിന്റെ അല്ലെങ്കിൽ വലിയ ആത്മവിശ്വാസത്തിന്റെ അധിക ഭാരം ഇത്തവണ LDFന് ഇല്ല എന്ന് പറയാം. അതായത് ശക്തമായിട്ടുള്ള മത്സരമാണ് ഇത്തവണ നടന്നിട്ടുള്ളത് എന്നുള്ള വിലയിരുത്തലാണ് CPIM ഉള്ളത്. 99 സീറ്റ് കഴിഞ്ഞ തവണ ലഭിച്ചു, അതെന്തായാലും ഇത്തവണ കിട്ടാൻ പോകുന്നില്ല എന്നൊരു വിലയിരുത്തലിലേക്ക് CPIM എത്തിയിട്ടുണ്ട്. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇന്ന് പറഞ്ഞത് സംസ്ഥാനത്ത് LDFന് അനുകൂലമായൊരു തരംഗം ആഞ്ഞടിക്കാനുള്ള സാധ്യത ഇല്ലെന്ന് തന്നെയാണ്. അതേസമയത്ത് എത്ര സീറ്റുകൾ വരെ നഷ്ടപ്പെടാം എന്നുള്ള കണക്കിലാണ് CPIM ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അതായത് 99 നിന്ന് ഒരു 20-25 സീറ്റുകളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത CPIM കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടിയും 75 തൊട്ട് 80 വരെ സീറ്റുകളിൽ ജയിച്ചു കയറാം ഇത്തവണയും എന്നുള്ളതാണ് LDFന്റെ ആത്മവിശ്വാസം. അതിന് ഘടകമാകുന്നത് ഇപ്പോൾ ഒരു തരംഗം അല്ലെങ്കിൽ വലിയ UDFന് അനുകൂലമായിട്ടുള്ളൊരു തരംഗം ഉണ്ടെങ്കിൽ കൂടിയും LDFന്റെ സിറ്റിംഗ് MLAമാർക്കൊക്കെ വലിയ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അത് ഒന്നാകെ മറിച്ചിടാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നുള്ള വിലയിരുത്തൽ CPIMനുണ്ട്. നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊക്കെ ഈ ശക്തമായ മത്സരം നടന്ന ഇടങ്ങളിലൊക്കെ ജയിച്ച് കയറാം എന്നുള്ള വിലയിരുത്തൽ CPIMന് ഉണ്ട്. അതേ സമയത്ത് തന്നെ ആശങ്കപ്പെടുത്തുന്ന ചില വിലയിരുത്തലുകൾ അത് പ്രത്യേകിച്ച് മലബാർ മേഖലയിലാണ്. അവിടെ ഒരു ന്യൂനപക്ഷ ഏകീകരണം അല്ലെങ്കിൽ കഴിഞ്ഞ വട്ടം LDFന് ലഭിച്ചിരുന്ന
മുസ്ലിം വോട്ടുകൾ അത് തിരിച്ച് UDF-ലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തൽ CPI-ന് ഉണ്ട്. പക്ഷേ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആണ് CPI-ന്റെ കണക്കുകൂട്ടലുകളിലില്ല, അല്ലെങ്കിൽ ആ തരത്തിലുള്ള വിലയിരുത്തലുകൾ വന്നിട്ടില്ല. അതേ സമയത്ത് CPI പ്രതീക്ഷിക്കുന്നത് പരമ്പരാഗതമായി ഇടതിന് ലഭിച്ചിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ പോയിട്ടില്ല UDF-ലേക്ക് എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ മധ്യ കേരളത്തിലും തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചില സീറ്റുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യത CPI വിലയിരുത്തുന്നു. അതേ സമയത്ത് തെക്കൻ ജില്ലകളിലേക്ക് വരുമ്പോൾ അത് ഒരു വലിയ തകർച്ച അല്ലെങ്കിൽ ഒന്നാകെ സീറ്റുകൾ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് പോകില്ല എന്ന് മാത്രമല്ല, ഈ വടക്കൻ മധ്യ മേഖലയിലെ നഷ്ടം ഇവിടെ ഏതാണ്ട് മോശമല്ലാത്ത രീതിയിൽ നിലനിർത്തിക്കൊണ്ട് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താം എന്നുള്ള വിലയിരുത്തലുണ്ട്. ഇതുവരെ നമ്മൾ UDF-ൽ നിന്ന് CPI ഏതൊക്കെ സീറ്റ് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ LDF ഏതൊക്കെ സീറ്റ് പ്രതീക്ഷിക്കും എന്നുള്ള കണക്കുകൂട്ടൽ അങ്ങനെ വ്യാപകമായി നടത്തിയിട്ടില്ല. പക്ഷേ ഒരു 5ഓളം സീറ്റുകൾ UDF-ൽ നിന്ന് CPI കണക്ക് കൂട്ടുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് KK ശൈലജ മത്സരിച്ച പേരാവൂരാണ്. രണ്ടാമത്തേത് തൃപ്പൂണിത്തറ, ആ മണ്ഡലം LDF ജയിക്കുമെന്ന് പ്രതീക്ഷ വയ്ക്കുന്നു. പെരുമ്പാവൂര് ഇത്തവണ CPI സാധ്യത കാണുന്ന മണ്ഡലമാണ്. പാല, കഴിഞ്ഞ വട്ടം നഷ്ടപ്പെട്ട സീറ്റ് ജോസ് കെ മാണി ജയിക്കും എന്നുള്ള പ്രതീക്ഷ CPI-നുണ്ട്. അങ്ങനെ ഒരു 5 സീറ്റ് ഒരു പക്ഷേ ഈ പറഞ്ഞ ആഞ്ഞടിച്ച തരംഗം UDF-ന് അനുകൂലമായിട്ടില്ലെങ്കിൽ ഇങ്ങനെ തിരിച്ച് UDF-ൽ നിന്ന് ലഭിക്കും എന്ന പ്രതീക്ഷ കൂടി CPI-നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 75 സീറ്റ് 75 തൊട്ട് 80 വരെ എന്ന അക്കത്തിലേക്ക് കേവല ഭൂരിപക്ഷം മറികടന്നുള്ള സീറ്റുകളിലേക്ക് എത്തും എന്ന പ്രതീക്ഷയാണ് LDF-നുള്ളത്. സനീഷ്. റൈറ്റ്. എന്തായാലും LDF-ന്റെ വിജയപ്രതീക്ഷ ആ നിലയ്ക്ക് നിൽക്കുമ്പോൾ തന്നെ തിരിച്ചടികളെ കുറിച്ചുള്ള ആശങ്ക ഏതെല്ലാം മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ്? അങ്ങനെ നമുക്ക് പറയാൻ കഴിയുമോ? ഉറച്ചു വിജയിച്ചു വരുന്ന മണ്ഡലങ്ങൾ അല്ലെങ്കിൽ മന്ത്രിമാർ പരാജയപ്പെടുമോ എന്നുള്ള ആശങ്ക അതുകൂടി നിലനിൽക്കുന്നുണ്ടല്ലോ. തീർച്ചയായും അങ്ങനെ കാണുന്ന ഒട്ടനവധി സീറ്റുകൾ LDF-ന് ഉണ്ട്. ഓരോ ജില്ല തിരിച്ചു തന്നെ അങ്ങനെയുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ ഇത്തവണ എന്തായാലും നഷ്ടപ്പെടുമെന്ന കണക്കുകൂട്ടൽ LDF-നുണ്ട്. അരുവിക്കര ശക്തമായിട്ടുള്ള മത്സരം നടന്നു, അവിടെ ഒരു പക്ഷേ ആ മണ്ഡലം കൈവിട്ടു പോകാം എന്നുള്ള തോന്നൽ LDF-നുണ്ട്. കൊല്ലത്താണെങ്കിൽ കൊല്ലം മണ്ഡലം ഇത്തവണ ശക്തമായിട്ടുള്ള മത്സരമാണ് അവിടെ ബിന്ദു കൃഷ്ണ കാഴ്ചവെച്ചത്. ആ മണ്ഡലം ഒരു പക്ഷേ പോകും. പത്തനംതിട്ടയാണ് വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന് UDF വലിയ നേട്ടമുണ്ടാകുമെന്ന് UDF കരുതുന്ന ജില്ല. അവിടെ ആറന്മുളയും കോന്നിയും റാന്നിയും ഒക്കെ എന്തായാലും ജയിക്കുമെന്ന പ്രതീക്ഷ UDF ക്യാമ്പിലുണ്ട്. ആലപ്പുഴയിലാണെങ്കിൽ ആലപ്പുഴ മണ്ഡലത്തിൽ ശക്തമായ മത്സരമാണ് നടന്നതെന്ന് ആലപ്പുഴയിലെ CPI-ന്റെ സ്ഥാനാർത്ഥികൾ തന്നെ പറയുന്നു. അമ്പലപ്പുഴ ഒരു പക്ഷേ G സുധാകരൻ ജയിക്കുമെന്നുള്ള കണക്ക് LDF-ന് തന്നെ ആ രീതിയിലുണ്ട്. കൊച്ചിയിലേക്ക് വന്നാൽ കളമശ്ശേരി ശക്തമായിട്ടുള്ള മത്സരമാണ് അവിടെ മന്ത്രി P രാജീവിന് നേരിടേണ്ടി വന്നത്. അതിനോടൊപ്പം വൈപ്പിൻ മണ്ഡലം, കൊച്ചി മണ്ഡലത്തിലൊക്കെ ശക്തമായിട്ടുള്ള മത്സരമാണ് ഉണ്ടായിട്ടുള്ളത്. എറണാകുളം വലിയ പ്രതീക്ഷ UDF വെച്ചു പുലർത്തുന്നത് അങ്ങേയറ്റത്തെ ഒരു UDF തരംഗം ആഞ്ഞടിച്ചാൽ ഒരു പക്ഷേ വൈപ്പിൻ മണ്ഡലവും കളമശ്ശേരിയും കൊച്ചിയും ഒക്കെ ഇത്തവണ നേടാമെന്നുള്ള പ്രതീക്ഷയുണ്ട്. തൃശ്ശൂരിലേക്ക് വന്നാലും സമാനമാണ് സാഹചര്യം. തൃശ്ശൂർ മണ്ഡലം തന്നെ കൈവിട്ടു പോകാനുള്ള സാധ്യത CPI കാണുന്നു. അവിടെ മണലൂരിൽ ഇത്തവണ TN പ്രതാപൻ മത്സരിച്ച് ജയിക്കുമെന്ന തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയും CPI ഒരു പക്ഷേ തോറ്റുപോകുമെന്നുള്ള വിലയിരുത്തലുണ്ട്. ഗുരുവായൂരിൽ ഈ കണക്കുകൂട്ടലാണ് LDF-നുള്ളത്. ഒരു പക്ഷേ തോൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മലപ്പുറത്ത് തവനൂരും താനൂർ എന്തായാലും CPI ഇത്തവണ കണക്ക് കൂട്ടുന്നില്ല. തവനൂരിൽ ശക്തമായ മത്സരം വന്നു, അവിടെ VS ജോയ് ജയിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട് CPI. പൊന്നാനി പക്ഷേ ഈ ശക്തമായിട്ടുള്ള മത്സരം നടന്നിട്ടുണ്ടെങ്കിലും അവിടെ ജയിച്ചു കയറാമെന്ന് അവസാന നിമിഷം പ്രതീക്ഷ വെക്കുന്നുണ്ട് CPI. പാലക്കാട് വന്നു കഴിഞ്ഞാൽ പട്ടാമ്പിയും തൃത്താലയും ഒക്കെ ശക്തമായ മത്സരമാണ് നേരിടേണ്ടി വന്നത്. അവിടെ തൃത്താലയിൽ MP രാജേഷിന്റെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന് അവസാന ഘട്ടത്തിലും പറയുന്നു. കോങ്ങാട് UDF കണക്കുകൂട്ടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. കോഴിക്കോട് വലിയ മുന്നേറ്റം, UDF സ്ഥാനാർത്ഥി 13 UDF നേതാക്കൾ 13 സീറ്റും ജയിക്കുമെന്ന് പറയുമ്പോൾ കൂടിയും പക്ഷേ എന്തായാലും നഷ്ടപ്പെടുമെന്ന് CPI തന്നെ കാണുന്ന ചില മണ്ഡലങ്ങളുണ്ട്. കൊയിലാണ്ടി അടക്കമുള്ള സീറ്റുകളിലൊക്കെ ശക്തമായ മത്സരം, കുറ്റ്യാടിയിൽ ശക്തമായ മത്സരമാണ് ഉണ്ടായിട്ടുള്ളത്. കോഴിക്കോട് സൗത്ത് LDF കണക്കുകൂട്ടുന്ന സീറ്റുകളിലില്ല. കുന്നമംഗലം LDF കണക്കുകൂട്ടുന്ന സീറ്റുകളിൽ ഇല്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. വയനാട് ജില്ലയിൽ മാനന്തവാടി മണ്ഡലം അതുപോലെ ശക്തമായ മത്സരം നടന്ന ഇടം കൂടിയാണ്. കാസർകോട്ടേക്ക് വന്നാലും തൃക്കരിപ്പൂർ മണ്ഡലം ജയിക്കും എന്ന് പ്രതീക്ഷ വയ്ക്കുന്നു. കാഞ്ഞങ്ങാട് പ്രതീക്ഷ വയ്ക്കുന്നു. അതേസമയത്ത് ഉദുമയിൽ ശക്തമായ മത്സരം ഉണ്ടായിട്ടുണ്ട് എന്ന് LDF വിലയിരുത്തുകയാണ്. കണ്ണൂരിലും സമാനമാണ് സാഹചര്യങ്ങൾ. അവിടെ പേരാവൂരിൽ ഒരുപക്ഷെ ജയിച്ചു കയറാമെന്ന കണക്കുകൂട്ടലുണ്ട്. അതേസമയത്ത് കണ്ണൂർ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയാണ് CPI കാണുന്നത്. അതിനോടൊപ്പം തളിപ്പറമ്പിൽ ശക്തമായിട്ടുള്ള മത്സരം നടന്നു, പക്ഷേ അവിടെ ജയിക്കും എന്നുള്ള
വിലയിരുത്തലാണ് ഉള്ളത്. പയ്യന്നൂർ ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെടില്ല എന്നുള്ള വിലയിരുത്തൽ CPM-ലുണ്ട്. അതേ സമയത്ത് കൂത്തുപറമ്പിൽ ഒരുപക്ഷേ ലീഗ് ജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് CPM. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള മത്സരങ്ങൾ എല്ലായിടത്തും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതീതി. എങ്കിൽ കൂടിയും ഇവിടങ്ങളിലൊക്കെ ഈ പറഞ്ഞ മണ്ഡലങ്ങളിലൊക്കെ ചില ഇടങ്ങളിലൊക്കെ വലിയ ഭൂരിപക്ഷം ഇടതുപക്ഷത്തിനുണ്ട്. അത് മറികടന്നുകൊണ്ടുള്ള വിജയത്തിനുള്ള സാധ്യത UDF-നുണ്ടോ എന്നുള്ള ആകാംക്ഷയാണ് LDF ക്യാമ്പിലുള്ളത്. അതുണ്ടാകില്ല. ചെറിയ മാർജിനിലെങ്കിലും വിജയിച്ച് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താം എന്ന കണക്കുകൂട്ടലുകളിലാണ് LDF ക്യാമ്പുള്ളത്. അതാണ് അതായത് ഇതിനകത്ത് നമ്മളിപ്പോൾ UDF-ന്റെ കാര്യത്തിലേക്ക് നമ്മൾ പോകും അടുത്തതായിട്ട്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അവിടെ നമ്മൾ പോകും. അതിനു മുമ്പ് LDF-ന്റെ കാര്യം നോക്കിയാൽ നമ്മളിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഈ സർവേ ഫലങ്ങൾ, ആളുകളുടെ പ്രവചനങ്ങൾ, ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ UDF വലിയ ആത്മവിശ്വാസത്തോടു കൂടി വിജയിക്കും എന്ന തരത്തിൽ മുഖ്യമന്ത്രി ചർച്ച തന്നെ അവർ പൂർത്തിയായി കഴിഞ്ഞു. ദീപാദാസ് മുൻഷി പറഞ്ഞത് ഞങ്ങൾ ഘടകകക്ഷികളുടെ നേതാക്കളുമായിട്ട് ചർച്ച നടത്തി കഴിഞ്ഞു എന്നാണ്, ഘടകകക്ഷികളുമായിട്ട്. നമ്മൾ UDF-ന്റെ ഓപ്പോസിറ്റ് നിന്നിട്ട് ഇപ്പോൾ ഈ LDF-ന്റെ സാധ്യതകളെ പറ്റിയിട്ടുള്ള ആലോചനകളിലേക്ക് മാത്രമായിട്ട് പോയാൽ ശരിക്കും അപ്രവചനീയമായൊരു തെരഞ്ഞെടുപ്പ് എന്നതിൻ്റെ സമ്പൂർണ്ണമായ അർത്ഥത്തിൽ പറയാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കടന്നത്. UDF-കാർ പല കാര്യം ഇപ്പോൾ നമ്മൾ ചില ആളുകൾ തമാശ പറയുന്ന പോലെ UDF-ന്റെ തരംഗം ദൃശ്യമായത് വോട്ടെടുപ്പിൻ്റെ സമയത്തല്ല, വോട്ടെടുപ്പ് പൂർത്തിയായതിനു ശേഷമാണ് ഒരു UDF തരംഗം കേരളത്തിൽ ആകപ്പാടെ ഉണ്ടായി വന്നത്. അതുവരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയായിരുന്നു. നമ്മൾ പ്രചാരണ വേദിയിൽ കണ്ട ആ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൻ്റെ സൂചനകളാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകിയത്. അല്ലാതെ അധികമായിട്ട് UDF-ന് ജയിക്കാം എന്ന് മാത്രം ആത്മവിശ്വാസം വെക്കാവുന്ന ഒരു സംഗതിയില്ല. പിന്നീട് പല കാര്യങ്ങളും നമ്മൾ പരിശോധിച്ചാൽ, അതായത് ഇതിനു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ, ഉപതെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം UDF-ന് മുൻതൂക്കം നൽകിയത് കൊണ്ട് വിജയിക്കും എന്നതാണ് ഒരു തിയറി, പലരും പറയുന്ന ഒരു കാര്യം. ഒരു കാര്യമുള്ളത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനൊരു വിജയമുണ്ടായതിനെ നമുക്കൊരു മാനദണ്ഡമായിട്ട് എടുക്കാനേ സാധിക്കില്ല. കാരണം കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരും ഇന്ത്യ മുന്നണിയും തമ്മിലാണ് മത്സരം. നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ള നിലപാട് രാഹുൽ ഗാന്ധി കൂടെ മത്സരരംഗത്തുണ്ടായി വന്നതുകൊണ്ട് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു വിധി ഉണ്ടായതിനെ നമുക്കൊരു മാനദണ്ഡമായിട്ട് സ്വീകരിക്കാനേ പറ്റില്ല. രണ്ടാമത്തേത് അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ നോക്കൂ. ഉപതെരഞ്ഞെടുപ്പിലുമാണ് ഇവർ പറയുന്ന UDF-കാർ പ്രത്യേകിച്ചും പറയുന്ന ഞങ്ങൾക്ക് UDF-ന് വിജയം ഉണ്ടാകുമെന്ന് പറയുന്ന ആൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. എവിടെയൊക്കെയാണ് നടന്നത്? പുതുപ്പള്ളി ഉമ്മൻചാണ്ടി അന്തരിച്ചതിന് ശേഷം, തൃക്കാക്കര PT തോമസ് പോലെ മറ്റൊരു വലിയ നേതാവ് അന്തരിച്ചതിന് ശേഷം, പിന്നീട് നിലമ്പൂർ LDF പ്ലസ് അൻവർ എന്നത് UDF പ്ലസ് അൻവർ എന്നായിട്ട് സ്വാഭാവികമായിട്ടും UDF-ന് കിട്ടിയ LDF-ന്റെ ഒരു ഉറച്ച മണ്ഡലമൊന്നും അല്ലാത്തൊരു മണ്ഡലത്തിലെ വിജയം. ആകപ്പാടെ തിരിച്ചൊരു വിധി ഉണ്ടായത് എവിടെയാണ്? അവിടെ UR പ്രദീപ് വിജയിച്ചത്. UR പ്രദീപ് വിജയിച്ചത് അവിടെ LDF-ആണ് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയം എന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ളൊരു ദിശാസൂചിയായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പിന്നീട് ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് വന്നാൽ അത് കുറേ കൂടെ UDF-ന് നല്ല മുന്നേറ്റം കൊടുത്ത, നേരത്തെ കാലങ്ങളിൽ മുൻകാലങ്ങളിൽ LDF-ന് നല്ല മുൻതൂക്കം ഉണ്ടാകുമായിരുന്ന തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു മാറ്റം അവിടെ ഉണ്ടായിരുന്നത് വസ്തുതയാണ്. പക്ഷെ അപ്പോഴും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിധി നിർണായകമാം വിധം ഇവിടെ സെമി ഫൈനൽ വിജയിച്ചിരിക്കുന്നു പറയാവുന്ന അത്രക്ക് വലിയ മുന്നേറ്റം UDF-ന് ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുക അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുക. എന്ന് മാത്രമല്ല, അവിടെ ഒരു അപകട സൂചനയുള്ളത്, UDF-ന് ഒരു അപകട സൂചനയുള്ളത്, ഈ സർക്കാരിനെതിരായിട്ടുള്ള വികാരം, ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള വികാരം വോട്ട് കുത്തി പ്രകടിപ്പിക്കേണ്ടുന്നൊരു വോട്ടർ അവിടെ അത് സമ്പൂർണ്ണമാക്കി കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഗുണം ചെയ്ത സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് LDF-ന് തന്നെ വോട്ട് ചെയ്യാമെന്ന് കരുതുന്നൊരു വോട്ടർ ഇവിടെ ആ രോഷം പ്രകടിപ്പിച്ചാലും മതി. ഇങ്ങനെ കാണുന്ന ആളുകൾക്ക് അങ്ങനെയുള്ളൊരു സൂചന കൂടി അവിടെയുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളെങ്ങനെ നോക്കിയാലും ഏത് നിലക്ക് നോക്കിയാലും നാളെ വരാനിരിക്കുന്ന വിധി UDF-ന് അനുകൂലമാണ്, LDF പരാജയപ്പെടും എന്ന് ഖണ്ഡിതമായിട്ട് പറയാനുള്ള സംഗതികളൊന്നും ഈ മണിക്കൂറിൽ, ഈ സംസാരിക്കുന്ന നിമിഷം പോലും നമ്മുടെ മുന്നിലില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. നിശ്ചയമായിട്ടും UDF ജയിച്ചേക്കാം, ഒരു പക്ഷേ LDF ജയിക്കാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്നത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നമ്മളിത് പറയുമ്പോൾ വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം നോക്കൂ. എക്സിറ്റ് പോൾ ഫലങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ UDF-ന്റെ സമ്പൂർണ്ണമായിട്ടുള്ള വിജയമല്ല. നമ്മൾ ആഴത്തിൽ അത് പല വിശദാംശങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ട് ആഴത്തിൽ ചെന്ന് പരിശോധിച്ചാൽ അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. ഈ പിറ്റേ ദിവസം വന്ന ടുഡേയ്സ് ചാണക്യൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഇത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അപ്പോൾ നമ്മൾ സമീപകാലത്ത് കണ്ട ഏറ്റവും പ്രവചനാതീതമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൻ്റെ വിധിയാണ് നാളെ വരാനിരിക്കുന്നത്. ഞാനീ പറഞ്ഞതിനർത്ഥം UDF നാളെ വരില്ല എന്നല്ല, അങ്ങനെ ഖണ്ഡിതമായിട്ട് പറയാൻ പറ്റുന്ന സാഹചര്യമില്ല എന്നാണ് ഞാൻ പറയാൻ വന്നത്. അങ്ങനെയല്ലേ? റൈറ്റ്, അത് തന്നെയാണ് എനിക്കും തോന്നിയത്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ശാസ്ത്രീയമായാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ചലനങ്ങളും UDF മുന്നോട്ട് കൊണ്ടുപോയതെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതായത് വളരെ ശാസ്ത്രീയമായി എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് വലിയ ധാരണയുള്ള ഈ രാഷ്ട്രീയ പ്രവർത്തകർക്കപ്പുറത്ത് മറ്റ് പ്രൊഫഷണൽസിൻ്റെ സഹായമൊക്കെ തേടിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ അവർ തുടർച്ചയായ സർവേകൾ നടത്തുന്നുണ്ടായിരുന്നു.
ഈ UDF തുടർച്ചയായ സർവേകൾ നടത്തുന്നുണ്ടായിരുന്നു, തുടർച്ചയായി ഗ്രൗണ്ടിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു എക്സിറ്റ് പോൾ ഫലം ഇതുവരെ പുറത്തു വന്ന ഫലങ്ങൾക്കപ്പുറത്തുള്ള സൂചനകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടാകാമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് വളരെ പ്രൊഫഷണലായി ചെയ്തത് കൊണ്ടാണ് മാധ്യമങ്ങളിൽ അതൊരു പക്ഷേ വാർത്തയായി ഇതുവരെ വരാത്തത്. അതിനപ്പുറത്ത് അവർ കൃത്യമായി അതിനെക്കുറിച്ചൊരു പഠനം അവർക്കുണ്ട്. അവർക്ക് ഉറച്ച പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങൾ ആ നിലയ്ക്ക് പ്രവർത്തിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഇപ്പോൾ അർജുൻ പറഞ്ഞത് ഇവിടുത്തെ LDFിൻ്റെയും CPIMൻ്റെയും ഒക്കെ കാര്യമാണല്ലോ. അത് നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ എല്ലാ പാർട്ടികളും ഇപ്പോൾ നേരത്തെ UDF ആയാലും അതിനുശേഷം LDF ആയാലും ഒക്കെ കണക്ക് കൂട്ടുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്ന LDF നഷ്ടപ്പെടുന്ന സീറ്റുകളെക്കുറിച്ച് കണക്ക് കൂട്ടുകയും UDF അവർ നേടുന്ന സീറ്റുകളെക്കുറിച്ച് കണക്ക് കൂട്ടുകയായിരുന്നു ചെയ്തത്. UDFന് നഷ്ടപ്പെടുന്ന സീറ്റുകളെക്കുറിച്ചുള്ള ഒരു കണക്കിലേക്ക് ഒരു ഘട്ടത്തിലും പോയിട്ടില്ല. ആ കണക്ക് കൂടി LDF ഇവിടെ കണക്ക് കൂട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അതായത് അവർക്ക് ആ നിലയ്ക്ക് പുതിയതായി ലഭിക്കാൻ സാധ്യതയുള്ള, നഷ്ടപ്പെടുന്ന സീറ്റുകൾക്കപ്പുറം പുതിയതായി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു 5 സീറ്റുകൾ, ആ 5 സീറ്റുകൾ കൂടി ലഭിച്ചാൽ ഈ വലിയ നഷ്ടം ഇപ്പുറത്ത് അവർ വിജയിച്ചിരിക്കുന്ന സീറ്റുകളിൽ വലിയ നഷ്ടം അവർക്ക് സംഭവിച്ചാലും ഇപ്പം മുസ്ലിം വോട്ടുകളുടെ കൺസോൾട്ടേഷൻ എന്ന് തന്നെയാണല്ലോ വളരെ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നത്. വടക്കൻ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മധ്യ കേരളത്തിലേക്ക് വന്നാൽ ക്രിസ്ത്യൻ വോട്ടുകളുടെ കൺസോൾട്ടേഷനും ഒക്കെ സർക്കാരിനെതിരായി ഉണ്ടായി എന്ന് പറയപ്പെടുമ്പോഴും അതിൻ്റെ കണക്കുകളെ സൂക്ഷ്മമായി നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനപ്പുറത്ത് ഇത്തരത്തിലുള്ള ചില വിജയസാധ്യതകൾ കൂടി ഇടതുപക്ഷം കാണുന്നുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ആ പ്രതീക്ഷയിൽ നിന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി വളരെ ആത്മവിശ്വാസത്തോടെ 76 സീറ്റിന് മേൽ വിജയം നേടും എന്ന് അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥരോട്, സഹപ്രവർത്തകരോട് അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറഞ്ഞിട്ട് കണ്ണൂർക്ക് പോയി എന്ന് പറയപ്പെടുന്നത്. കാരണം ആ ആത്മവിശ്വാസത്തിൻ്റെ ഘടകം എന്ന് പറയുന്നത് അധികമായി നേടുന്ന സീറ്റുകൾ എന്നത് കൂടിയാണ്. നഷ്ടപ്പെടുന്ന സീറ്റുകൾക്കപ്പുറത്ത് അധികമായി നേടാൻ സാധ്യതയുള്ള സീറ്റുകൾ എല്ലാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും ഇരുമുന്നണികളിൽ നിന്നും സീറ്റുകൾ നഷ്ടപ്പെടും. അവർ വിജയിച്ചു നിൽക്കുന്ന സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഭരിക്കുന്ന കക്ഷിയിൽ നിന്ന് കേരളത്തിൻ്റെ സാഹചര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ പോകാൻ സാധ്യതയുണ്ട്, പക്ഷേ അപ്പുറത്തുനിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൂടി കണക്ക് കൂട്ടിയിട്ടാണ് ഇടതുമുന്നണി വിജയപ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്നത്. ഭരണവിരുദ്ധ വികാരം എന്നത് സ്വാഭാവികമായും ഉണ്ടാവും. കാരണം 2 ടേം ഭരണത്തിന് ശേഷം ഭരണവിരുദ്ധ വികാരം എന്നത് ഏതെങ്കിലുമൊക്കെ തലത്തിൽ പ്രവർത്തിക്കുന്നതാണല്ലോ ചില തോൽവികൾ ചില സീറ്റുകളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നോ ഇടതുമുന്നണി തന്നെ ഉറപ്പിക്കുന്നത്. ആ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവും. ന്യൂനപക്ഷ വോട്ടുകളുടെ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷൻ ഇടതുമുന്നണിക്കെതിരെ ഉണ്ടാവും. അതിൽ വളരെ കൃത്യമായി ആദ്യം തന്നെ ആ കാര്യം കൂടെ പറഞ്ഞു പോകണമല്ലോ, CPMൻ്റെ കാര്യമാകുമ്പോൾ വളരെ സൂക്ഷ്മമായി ആ നരേറ്റീവ് സെറ്റ് ചെയ്യുന്നതിൽ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ജമാഅത്തെ ഇസ്ലാമിയെ അടക്കം ഉണ്ടാക്കി എന്നുള്ളത് വാസ്തവമാണ്. കാരണം ആദ്യം മുതൽ ആരാണ് മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷൻ എന്നുള്ള പ്രയോഗം ടോസ് ചെയ്തത്? അത് ഇടതുമുന്നണി പറഞ്ഞതല്ല. പിന്നീട് മാധ്യമങ്ങൾ മുഴുവൻ ഏറ്റുപിടിച്ച മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷൻ എന്നത് പറഞ്ഞുറപ്പിച്ചത് എവിടെയാണ്? അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ചില കേന്ദ്രങ്ങൾക്ക് അതിൽ പങ്കില്ല എന്നിപ്പോൾ പറയാൻ കഴിയുമോ? ഇല്ല. അത് വളരെ കൃത്യമായി അത് പറഞ്ഞുറപ്പിക്കുകയും ആ നെറേറ്റീവ് സെറ്റ് ചെയ്ത് വളർത്തിക്കൊണ്ടുവരികയും അത് സംഭവിക്കുമെന്ന് എല്ലാവരെ കൊണ്ടും പറയുകയും ചെയ്തു എന്നുള്ളതാണ്. അതാണ് ശരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ അത് സൂക്ഷ്മമായി അങ്ങനെ വിലയിരുത്താനോ ആ നിലയ്ക്ക് വിശദീകരിക്കാനോ അല്ലെങ്കിൽ ആ സൂക്ഷ്മമായ അർത്ഥത്തിൽ വിശദീകരിക്കാനോ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇടതുമുന്നണിയോ ഒന്നും തയ്യാറായിട്ടില്ല. അവർക്കതിന് കഴിയുകയുമില്ല. കാരണം അതൊരു പരിധിക്കപ്പുറത്ത് ആ പോയിന്റിലേക്ക് വന്ന പ്രശ്നമാണ്. പക്ഷേ ഇന്ന് ശ്രദ്ധിച്ചോ, ശൈല ടീച്ചർ പറഞ്ഞപ്പോൾ അതങ്ങനെ തന്നെ എടുത്തു പറയാൻ അവർ തയ്യാറായി. അതായത് മുസ്ലിം വോട്ടുകളുടെ കൺസോൾട്ടേഷനുള്ള ശ്രമം ഉണ്ടായി. അപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ എന്നുള്ളതല്ല, പരത്തിയല്ല പറഞ്ഞത്, മുസ്ലിം വോട്ടുകളുടെ കൺസോൾട്ടേഷനുള്ള ശ്രമം ഉണ്ടായി, പക്ഷെ അത് നടന്നില്ലെന്നാണ് ഞാൻ കരുതുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള പല ഘടകങ്ങളുമുണ്ട്. ഈ ഘടകങ്ങളെ എങ്ങനെയാണ് ഇടതുമുന്നണി നോക്കിക്കാണുന്നതും ഇതിനെ ഇനി അടുത്ത ഘട്ടത്തിൽ അവർ വിലയിരുത്തുമ്പോൾ കുറേ കൂടി കൗതുകകരമായ ചില സംഗതികൾ വരും. ഇന്നിപ്പോൾ ശൈല ടീച്ചർ പറഞ്ഞ മട്ടിലായിരിക്കും ഇനി അങ്ങോട്ടുള്ള വിലയിരുത്തലുകൾ കടന്നു പോകാൻ പോകുന്നത്. അതിൻ്റെ ഭാഷയ്ക്ക് തന്നെ മാറ്റം വരുമെന്ന് ഞാൻ കരുതുന്നു.